RSSന്റെ ഒരു ഇന്റലിജൻസ് വിങ് തന്നെ മൊസാദിനെക്കാട്ടും സ്ട്രോങ് ആണ് നിങ്ങൾക്ക് അറിയാം. അവർ ഈ പറയുന്ന ഘട്ടത്തിൽ നെല്ലും ബന്ധം തിരിച്ച് അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇന്റലിജൻസ് വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതല്ലോ മൊസാദിനെക്കാട്ടും ശക്തമല്ല RSSന്റെ ഇന്റലിജൻസ്. എല്ലാവരെ പറ്റിയും വളരെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ മോളിൽ ഫീഡ് ചെയ്യുന്നു. അതുകൊണ്ട് BJP നാളെ ഇല്ലാതെ തന്നെ RSS ഇല്ലാതാവുന്നില്ല. ഇവിടെ അവരെന്ന് വെച്ചാൽ നേരെ ആളെ കാണിച്ച് താമര കാണിച്ചിരുന്നല്ല. അവർ വളരെ നിങ്ങളെ എന്താണ് തലമുറകളുടെ സൈക്കോളജിയാണ് അവർ പതുക്കെ. ഫസ്റ്റ് ജനറേഷൻ കോൺഗ്രസ് ആയ ഫാമിലി, അടുത്ത ജനറേഷൻ കമ്മ്യൂണിസ്റ്റ്, അടുത്ത ജനറേഷൻ കമ്മ്യൂണിസ്റ്റ്, അതിന്റെ അടുത്ത ജനറേഷൻ അവർ BJPയിലേക്ക് കൊണ്ടുവരും. BJPയിൽ കൊണ്ടുവരുന്നവന്റെ അച്ഛൻ കുറച്ചൊരു ഹാഫ് BJP ആയിട്ടുണ്ട് മരിക്കുന്ന സമയത്ത്. ആ രീതിയിലാണ് അവരുടെ പോക്ക്. അത് പ്ലാൻഡ് ആണ്. പിന്നെ ഇവര് ആരോപണം കൊണ്ടുവന്ന് അവർ വലിയ മൈൻഡ് ചെയ്യില്ലല്ലോ. അവർ ഒരു രക്ഷയില്ല. അങ്ങനെ വല്ലതും അവരെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്ത വല്ല അവർ മറുപടി കൊടുക്കാൻ RSS ഇവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. സുരേന്ദ്രനാഥ് മുരളിയൊക്കെ മറുപടി കൊടുക്കാൻ RSS പിന്നെ ആരാണ് ഗോപാലൻകുട്ടി മാഷോ അവരുടെ പിന്നെ